പൂവച്ചലിൽ തെരുവുനായ ശല്യം രൂക്ഷം. സ്കൂൾ തുറക്കരുതെന്ന കൗൺസിലർമാരുടെ പ്രതിഷേധം. പൂവച്ചൽ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷമായതോടെ BJP CPM വാർഡ് കൗൺസിലർമാർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. തെരുവുനായ ശല്യം പൂർണ്ണമായി പരിഹരിച്ച ശേഷം മാത്രം സ്കൂളുകൾ തുറക്കാൻ അനുമതി നൽകണമെന്നാണ് ആവശ്യം. ജില്ലാ ഭരണകൂടം, വെറ്ററിനറി ടീം, കവ ടീം എന്നിവർ സ്ഥലത്തെത്തി പ്രശ്നം പരിഹരിക്കുന്നതുവരെ സമരം തുടരുമെന്ന് കൗൺസിലർമാർ അറിയിച്ചു. ഇന്നലെ കുഴക്കാട് വാർഡിൽ വീട്ടിനകത്ത് നിന്നിരുന്ന 2 പേരുടെ കൈവിരൽ തെരുവുനായ കടിച്ചെടുത്തു. ഇവർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ മാസം കള്ളിക്കാട് മേഖലയിൽ മാത്രം 12 പേരെ തെരുവുനായ ആക്രമിച്ചിരുന്നു. തുടർച്ചയായ ആക്രമണങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. പട്ടികളെ കൊല്ലാം, തെരുവട്ടികളെ കൊല്ലാമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞതുപോലും വകവയ്ക്കാൻ, അതുപോലും കേട്ട് അതിനനുസരിച്ച് നടപടിയെടുക്കാൻ ഇവിടെ പൂവച്ചൽ പഞ്ചായത്തിലെ അധികാരികൾക്ക് കഴിയുന്നില്ല. ഇന്ന് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു LDF പ്രതിനിധികൾ. ആ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ ആ പ്രമേയം ചർച്ചയ്ക്കെടുത്തുകൊണ്ട് അടിയന്തര തീരുമാനമെടുത്ത് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ജില്ലാ ഭരണാധികാരികൾ, ജില്ലാ വെറ്റിനറി മെഡിക്കൽ ഓഫീസറും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും പൂവച്ചലിലേക്ക് വരണം. അത്ര ഗുരുതരമാണ് ഈ പ്രശ്നം. കാരണം ഇന്നലെ വീട്ടിനകത്തിരുന്ന ഒരു വീട്ടമ്മയെയും അവരെ സഹായിക്കാൻ വന്ന ആ പട്ടിയുടെ ആക്രമണത്തിൽ അവരെ രക്ഷിക്കാൻ വന്നവരെയുമാണ് പട്ടി വിരലുകളെല്ലാം കടിച്ചെടുത്ത് കൊണ്ടുപോയി. ഒരു 2 ആഴ്ച മുമ്പാണ് പട്ടകുളം പ്രദേശത്ത്, വീരണകാവ് പ്രദേശത്ത് മനുഷ്യരുടെ മുഖത്താണ് പട്ടി കടിച്ചത്. ആക്രമണകാരികളായ തെരുവുനായ്ക്കൾ മനുഷ്യരെ കൊന്ന് ചോര കുടിക്കാൻ വേണ്ടി നടക്കുകയാണ്. ഇന്നലെ കുഴക്കാട് നടന്ന സംഭവം പരിശോധിച്ചാൽ അത് ഒരു കൊലപാതകം നടന്ന വീടിന് സമാനമായിട്ടാണ് ആ വീട്ടിൽ രക്തം കെട്ടിക്കിടന്നത്. ഇതൊന്നും കണ്ടിട്ടും ഇവിടെ ഒരു നടപടിയെടുക്കാൻ, അതിന് ശക്തമായ നടപടിയെടുക്കാൻ, ഒരു തീരുമാനമെടുക്കാൻ പൂവച്ചൽ പഞ്ചായത്ത് കഴിയുന്നില്ല. വളരെ ലാഘവ ബുദ്ധിയോടുകൂടിയാണ് ഈ പഞ്ചായത്ത് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഇവിടെ മാലിന്യം കൊണ്ടുവരുന്നു. അതിന്റെ നടപടികൾ പരിഭാഗത്ത് നടക്കുമ്പോഴും ഈ വരുന്ന 1-ാം തീയതി സ്കൂൾ തുറക്കാൻ പോവുകയാണ്. ഞങ്ങൾ ഇന്ന് ആവശ്യപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പൂവച്ചലിലെ ഈ തെരുവ് നായ്ക്കളുടെ ആക്രമണവും പേപ്പട്ടി ശല്യവും അത് ഒന്ന് അവസാനിക്കുന്നതുവരെ സ്കൂൾ തുറക്കുന്ന നടപടി പൂവച്ചലിൽ കുറച്ചു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്ന് തീരുമാനമെടുക്കണമെന്ന് ഞങ്ങൾ ഇന്ന് പഞ്ചായത്തിൽ ആവശ്യപ്പെട്ടു. ഇവിടെ എങ്ങനെയാണ് ഈ സാധാരണക്കാരന്റെ മക്കൾ നടന്നു കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഇരുചക്ര വാഹനങ്ങളിൽ നമ്മുടെ സ്കൂളുകളിലേക്ക് മക്കളെ എങ്ങനെ നമുക്ക് വിശ്വസിച്ച് കൊണ്ടുപോകാൻ കഴിയും? ബൈക്കുകളിൽ, 2 വീലറിൽ പോകുന്ന ആളുകളെ പട്ടികൾ കൂട്ടം ചേർന്ന് ആക്രമിക്കുകയാണ്. അതുപോലെ തന്നെ വീട്ടിലേക്ക് ഇറങ്ങുന്ന കുഞ്ഞുങ്ങളെ പോലും ആക്രമിക്കുകയാണ്. അപ്പൊ പുറത്തിറങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പൊ ഈ ഒരു ഗൗരവം പരിഗണിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടത്തെ, ജില്ലാ വെറ്റിനറി മെഡിക്കൽ ഓഫീസർമാരെ, കാവ ടീമിനെ, എങ്ങനെ ഒരു വലിയ ടീമിനെ പൂവച്ചലിലേക്ക് കൊണ്ടുവന്ന് ഈ ഗുരുതരമായിട്ടുള്ള പ്രശ്നം, ഇത്രയും രൂക്ഷമായിട്ടുള്ള പ്രശ്നം, ഇതിന് പരിഹാരം കാണുക എന്നുള്ളതാണ് ഞങ്ങൾ ഇന്ന് ഈ പഞ്ചായത്ത് കമ്മിറ്റി ഉന്നയിച്ചത്. അപ്പോൾ നമ്മൾ ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് ഈ പേപ്പട്ടി ശല്യത്തിനെതിരായിട്ട് ഇന്ന് ജനങ്ങളെ ജൂൺ 1 സ്കൂൾ തുറക്കാൻ പോകുന്നു. നമ്മൾ ആവശ്യപ്പെടുന്നത് ഇന്ന് ഈ പറയുന്ന UP-യിലും LP-യിലും പഠിക്കുന്ന കുട്ടികൾ, ഈ പൂവച്ചൽ പഞ്ചായത്തിൽ സ്കൂളിൽ യാത്ര ചെയ്യുന്ന കുട്ടികൾ ജൂൺ 1-ാം തീയതി സ്കൂൾ തുറക്കുകയാണെങ്കിൽ ഈ കുട്ടികൾ എങ്ങനെ റോഡിലൂടെ യാത്ര ചെയ്യും? മറ്റ് സ്കൂളുകളിലാണെങ്കിൽ അവർ വാഹന സൗകര്യങ്ങളുണ്ട്. നടന്നു പോകുന്ന കുട്ടികൾ എങ്ങനെയാണ് ഈ കുട്ടികൾ സ്കൂളിൽ പോകുന്നത്? അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത് ജൂൺ 1-ാം തീയതി പൂവച്ചൽ പഞ്ചായത്തിലെ സ്കൂളുകൾ തുറക്കുന്നത് ദയവ് ചെയ്ത് നമ്മൾ വിദ്യാഭ്യാസ ഡയറക്ടറോടും വിദ്യാഭ്യാസ മന്ത്രിയോടും ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി പഞ്ചായത്ത് ഭരണത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ഈ പൂവച്ചൽ പഞ്ചായത്തിലെ സ്കൂളുകൾ ഒരാഴ്ചക്കാലം സാവകാശ സമ്മേളനം തുറക്കാൻ, കാരണം ഈ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വ്യാകുലപ്പെട്ടൊരു കാര്യമില്ല. GTV ന്യൂസ്, കാട്ടാക്കട.